എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു. എ.സി. മൊയ്തീൻ എം.എൽ.എയുടെ ശ്രമഫലമായി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 4,20,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 12 മീറ്റർ വീതിയിലും 3 സ്പാനുകളോടുകൂടി ആകെ 36 മീറ്റർ നീളവും പാലത്തിന്റെ ഒരു വശത്ത് 1.50 മീറ്റർ വീതിയുള്ള നടപ്പാതയും 7.50 മീറ്റർ വീതിയുള്ള കാരേജ് വേയും നിർമ്മിക്കും. മഴക്കാലത്ത് സ്ഥിരമായി ജലനിരപ്പ് ഉയരുന്ന സ്ഥലമായതിനാൽ സബ്മേഴ്സിബിൾ പാലമായാണ് നിർമ്മാണം നടത്തുന്നത്. പാലത്തിന്റെ ഇരുവശങ്ങളിലും സിമന്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി കെട്ടി ഇരുവശവും ടൈൽ വിരിച്ച് അപ്രോച്ച് നിർമ്മിക്കും. ചടങ്ങിൽ എ.സി. മൊയ്തീൻ എം.എൽ.എ. അധ്യക്ഷനായി. പാലം നിർമ്മാണത്തിന് 1.5 സെന്റ് സ്ഥലം വിട്ടുനൽകിയ പ്രഭാകരനുള്ള മൊമെന്റോ ഹരിദാസൻ ഏറ്റുവാങ്ങി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ശോഭി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ വി.സി. ബിനോജ്, സപ്ന റഷീദ്, പഞ്ചായത്ത് മെമ്പർമാരായ വിമല നാരായണൻ, എം.കെ. ജോസ്, എം.സി. ഐജു, സി.പി.എം. ലോക്കൽ സെക്രട്ടറി പി.സി. അബാൽമണി, ബി.ജെ.പി. നേതാവ് അഭിലാഷ് തയ്യൂർ തുടങ്ങിയവർ സംസാരിച്ചു. 2.5 കോടി രൂപ മുടക്കി പഴവൂർക്കുള്ള റോഡ്, വേലൂർ പഞ്ചായത്തിലെ നെല്ലുവായിൽ നിന്ന് ആരംഭിച്ച് പഴവൂർക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവും അധികം വൈകാതെ നമുക്ക് തുടങ്ങാനാവും മഴ പോയ എന്നുള്ള സന്തോഷ വർത്തമാനവും കൂടി ഞാൻ അറിയിക്കുക. 2 കാര്യങ്ങളാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ 7 കോടിയുടെ വർക്ക്. ഒന്ന് ഇതും, ഒന്ന് വെള്ളറക്കാട് മുതൽ തിപ്പലശ്ശേരിക്ക് പോകുന്ന ഒരു കണക്റ്റഡ് റോഡ്, പഞ്ചായത്തിന്റെ റോഡുമാണ്. അപ്പോൾ ഈ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. എരുമപ്പെട്ടിയിലെ LP സ്കൂളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.